നമ്മളിന്നൊരു യാത്ര പോവുകയാണ്. മുൻകൂട്ടി തീരുമാനിച്ചൊന്നുമല്ല, പെട്ടെന്നെടുത്ത് തീരുമാനിച്ചു അങ്ങനെ പോവുകയാണ്. പോകുന്നത് എവിടെയാണെന്നൊക്കെ വഴിയെ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഈ കേട്ടോണ്ടിരിക്കുന്ന പാട്ട് നമ്മുടെ പുതിയ സിനിമ സൂപ്പർ ജിമ്മിയിലേതാണ്. അടിപൊളി പാട്ടാണ്. യാത്ര ചെയ്ത് വണ്ടി ഓടി പോവുകയാണ്. ഈ വഴിയൊക്കെ ഇട്ടാർക്കെങ്കിലും മനസ്സിലാവുന്നു. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് എത്തി മക്കളെ. ഇത് കൊല്ലത്താണ്. കൊല്ലം ആശ്രമ മൈതാനത്ത് നമ്മൾ അക്വാ ഫെസ്റ്റ് കാണാൻ, അക്വേറിയം, മത്സ്യകന്യകയും മത്സ്യങ്ങളെയും ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വന്നപ്പോൾ മുടിഞ്ഞ തിരക്ക്. ഈ വലിയ ആശ്രമ മൈതാനത്ത് വണ്ടി ഇടാൻ പോലും സ്ഥലമില്ല. അതുപോലെ ക്യൂവ്. ഒരാൾക്ക് 150 രൂപയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത്. അത് ടിക്കറ്റ് എടുക്കാനൊക്കെ നല്ല ക്യൂ ഉണ്ട്. നേരെ ടിക്കറ്റ് എടുക്കണം. ഈ ക്യൂവിൽ കയറിയിരിക്കണം. കൊച്ചു കുട്ടികൾക്കൊന്നും ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. എന്തായാലും നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. അതിനകത്ത് ആദ്യം കുറച്ച് റോബോട്ടിനെയൊക്കെ വെച്ചിട്ടുണ്ട്. ഒരു മത്സ്യം വാ തുറന്നിരിക്കുന്ന പോലെ, അതാണ് എൻ്റെ വാതിൽ. എൻട്രി അതുവഴിയാണ്. നേരെ അതുവഴി കയറി താഴോട്ടിറങ്ങുമ്പോൾ നിറയെ ആളുകളുണ്ട് കേട്ടോ. ഇവിടെ നല്ല തിരക്കായിരുന്നു. ആദ്യത്തെ ആ ഒരു ഇതിൽ നല്ല തിരക്കുണ്ട്. എല്ലാവരും കൂടെ ചാടി കയറി എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി വന്നപ്പം ഒരു വിശാലമായ സ്പേസ് ഉണ്ട്. ഇവിടെ ക്യൂ ആണ് ആളുകൾ. ഈ രണ്ട് വശത്ത് കുറേ ചെടിയൊക്കെ വെച്ചിരിക്കുന്നുണ്ട്, കമ്പുകളൊക്കെ. ഇതൊക്കെ കിളികളും പക്ഷികളൊക്കെ ഉണ്ട് കേട്ടോ. പറന്ന് കിടക്കും അവർ. സ്വൈര്യവിഹാരം. ഒരു കൂട്ടിലിട്ടേക്കുമല്ല, ഇങ്ങനെ ഇവിടെയൊക്കെ നമ്മുടെ തലയുടെ മുകളിലൊക്കെ പറന്നു പോകും. ഇവിടേക്ക് നമുക്കുണ്ടല്ലേ ക്യൂ ആയി. അടിപൊളി. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോകാം. ഇതേ കണ്ടില്ലേ കിളികൾ, അവരെല്ലാവരും നോക്കിയിരിക്കുക. അപ്പം നമ്മളും കാത്തു നിൽക്കുകയാണ്. ഇതാണ് റോബോസ്. വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങും. ചുമ്മാ എല്ലാവർക്കും കയ്യൊക്കെ ഇങ്ങനെ മുക്കി കാണിക്കും. വേറെ വലിയ ആയിട്ടൊന്നുമില്ല. ഇതൊക്കെ എന്ത് നമുക്ക് കൊണ്ടോ റിമോട്ടിൽ ഓടുന്ന കാറൊക്കെ അതേപോലെ ചുമ്മാ റോബോയാണ്. റോബോ ചെറിയ റോബോ ഒക്കെ നട്ടാണ്. അകത്ത് ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് പേരെ ഇവിടെ ഇങ്ങനെ ക്യൂവിൽ നിർത്തിയിരിക്കുന്നത്. എല്ലാവരും കൂടി ഇടിച്ചു കയറി അങ്ങോട്ട് നിന്ന് കഴിഞ്ഞാൽ പ്രശ്നവും. ആകെ ബഹളവും. ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അക്വേറിയം കാണാനായിട്ട് ഉള്ളിലേക്ക് കടന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ കാണുമ്പോഴാണ് ഒരു ഗ്ലാസ് ചില്ലുകൂട്ടിനകത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ കാണുന്നത് ഇദ്ദേഹത്തെ സ്ക്യൂബ ഡൈവർ. പുള്ളി ഇങ്ങനെ ഇറങ്ങി അതിനകത്തൂടെ എല്ലാവർക്കും ഹായും ടാറ്റൊക്കെ തരും. പുള്ളിയുടെ കൂടെ കുറേ മീനുകളും ഉണ്ട് കേട്ടോ. പുള്ളി ഇങ്ങനെ ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ച് എല്ലാവർക്കും ഫോട്ടോ എടുക്കാൻ പോസൊക്കെ ചെയ്ത് തരും. മീനൊക്കെ ഉണ്ട് മീയുടെ കൂട്ടത്തിൽ. കുറേയൊക്കെ പേര് ഇവിടെ എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ട് ഇവരൊക്കെ ഈ മീനുകളൊക്കെ ഏതാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. പിന്നെ കണ്ടുള്ള പരിചയം വെച്ചിട്ടാണ് പറയാൻ ഇതേതും ആണെന്നൊക്കെ. ആദ്യക്കൂട്ടൻ ഹായ് ഒക്കെ കാണിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ വന്നൊരു ഹായ് കൊടുത്തോട്ടെ. അങ്ങനെ വീണ്ടും ഉള്ളിലേക്ക് പോയാണ്. അവിടെ ആളുകൾ കൂടി ഇരുന്ന സംഭവം നോക്കുമ്പോഴാണ് അതിലൊരു മത്സ്യകന്യക ഓക്സിജൻ സിലിണ്ടറൊന്നും വെച്ചിട്ടില്ല. കാര്യം ഇതിനകത്ത് വേറെ മീനൊന്നുമില്ല. മത്സ്യകന്യക മാത്രമേ ഉള്ളൂ. മറ്റതിനകത്ത് മീനൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ഓക്സിജൻ സിലിണ്ടറൊക്കെ വെച്ചാൽ മത്സ്യകന്യക 2 പേരുണ്ട്.
അതിങ്ങനെ കുറച്ചും കൂടെ അടുത്തോട്ട് പോയി കാണാം. അവർ മേളിൽ നിന്ന് കുറച്ച് ശ്വാസമൊക്കെ എടുത്തിട്ടാണ് താഴോട്ട് വരുന്നത്. എന്നിട്ട് എല്ലാവർക്കും കൊണ്ട് ഒരു ഹായൊക്കെ തരും. ഇതാണ് നമ്മൾ അടുത്ത മത്സരം. മത്സരം കുറച്ചും കൂടെ കളർഫുള്ളാണ് കേട്ടോ. മത്സരത്തെ കണ്ട് അമ്പലം നിൽക്കുക, ഫോട്ടോ എടുക്കുക. ഇനി അധികം നേരം മത്സരത്തെ കണ്ടുകൊണ്ട് നിൽക്കണ്ടല്ലോ. നേരെ ഉള്ളിലേക്ക് നിൽക്കാം. ഇതാണ് സത്യത്തിലിരിക്കുന്ന മീനുകളാണ്. ഏത് മീനാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഏത് മീനാണ്, ഇതിൻ്റെ പേരും കൂടെ എഴുതി വെച്ചാണെങ്കിൽ നമുക്ക് ഓരോന്നിനെ കാണുമ്പോൾ മനസ്സിലാക്കാം. പക്ഷേ അത് പേരൊന്നുമില്ല, ഇങ്ങനെ നമ്മൾ കണ്ടു മനസ്സിലാക്കുന്നത് ഏത് മീനാണോ. മത്തിയും ചൂരയും മീൻ സംഭവം അടിപൊളിയല്ല. കടലിൻ്റെ അടിയിൽ ചെന്ന് കാണുന്ന പോലെ നല്ല മീനുകളെ ഇതിനെ കാണാൻ പറ്റുന്നതാണ്. കടൽ മീനുകളാണ് ഇവരെല്ലാം. ഈ അലങ്കാര മത്സ്യങ്ങളല്ല, നമ്മൾ സാധാ അക്വേറിയത്തിൽ വാങ്ങി കിട്ടുന്ന മീനല്ല. ഇതൊക്കെ കടലിൽ ഉള്ള മീനുകൾ, കടലിൽ വസിക്കുന്ന മീനുകളാണ്. അലങ്കാര മത്സ്യങ്ങളുടെ ഇനത്തിൽപ്പെടുന്നവരല്ല. സാമ്പിതുമല്ല, മുഷയുടെ വലിയ സാധനം എന്താണോ മീൻകടയിലൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ്. ഇത് വാള നല്ല സൈസാണ് കേട്ടോ. എൻ്റെ അവിടെ ചത്ത് കിടക്കുന്നല്ല കേട്ടോ, മൊത്തം താഴെ അടിത്തട്ട് ഒന്ന് കിടക്കുവാണ്. വേറെ കുറേ സീബ്രയുടെ കൂട്ടുവരെയൊക്കെ ഉള്ള മീനുകളുണ്ട്. ഇതിൻ്റെ പേരെന്താണ്? നല്ല രസം, നല്ല തടിയൻ. ഇവരൊന്ന് കഴിക്കാനിട്ടിരിക്കുന്നത് കാണുന്നില്ല. കാരണം ചിലപ്പോൾ ഫീഡ് ചെയ്യുന്ന ടൈമൊക്കെ വേറെ ആയിരിക്കും. ഇപ്പോൾ അതിൽ അങ്ങനെയുള്ള അഴുക്കൊന്നും കിടപ്പില്ല. എല്ലാവരും വളരെ കൗതുകകരമായിട്ട് മീനുകളൊക്കെ കാണുന്നുണ്ട്. വെറൈറ്റി ആണല്ലോ. ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലും ആൾക്കാർ ഇങ്ങനെ കണ്ടിട്ട് പോകാം. ഇതൊക്കെ കളർഫുൾ മീനുകളാണ്, വളരെ കളർഫുള്ളായിട്ട് പല കളർ കേട്ടോ.
പച്ച, ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ എല്ലാം. ഇതെന്താ മറ്റേ തെരളിയാണ്, നീരാളിയാണ്, തെരളി. ഇതുകൊണ്ടല്ലേ ഇതിൻ്റെ പേര്. സംഭവമാണിത്. അങ്ങനെ നമ്മൾ ഇനി നമ്മളുടെ ചുറ്റും മീനുകളായിരിക്കും. നമ്മളൊരു ഒരു 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 ഹോളിലേക്ക് കയറുന്ന പോലെ, ഹോളല്ലല്ലോ ഇത്, നമ്മൾ തുരങ്കത്തിലേക്ക് കയറുന്നു. നമ്മുടെ മുകളിലൂടെ ഒക്കെ മീനുകൾ പോകുന്നുണ്ട്. ഒരുപാട് മീനുകളുണ്ട്, പല സൈസ് മീനുകളെ കാണാൻ പറ്റും. ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അടിപൊളിയായിരിക്കും. ആരുമില്ല, തിരക്കൊന്നുമില്ല, കടലിൻ്റെ അടിയിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ. ആ കളർഫുൾ മീനുകൾ ഇവിടെ നമുക്കടുത്ത് കുറച്ചും കൂടെ ചുറ്റും നമ്മുടെ മുകളിലൊക്കെ നിൽക്കുന്നുണ്ട്. പച്ച, മഞ്ഞ, ചുവപ്പ്, ഓറഞ്ച്, റോസ് കളറ്, ഇങ്ങനെ പല പല കളർ മിഠായി ഒഴിച്ചിട്ട് വേറൊരു ടീമുകളാണ്. ഇത് കുറച്ച് ചെറിയ ടീമുകളാണ്. നല്ല മഞ്ഞ കളറിലാണ്, നല്ല തിരക്കുണ്ട്. ഇന്ന് ഫോട്ടോ എടുപ്പൊന്നും നടക്കില്ല. ഫോട്ടോ എടുപ്പ് നടക്കും, എല്ലാവരും ഫോട്ടോ എടുക്കാനായതുകൊണ്ടാണ് നല്ല തിരക്ക്. നല്ല കടൽപ്പാമ്പിനെ പോലുള്ള കുറച്ച് സാധനങ്ങളാണ് ഈ ഭാഗത്ത് കിടക്കുന്നത്. ഇത് കുറേ ഉണ്ട് കേട്ടോ. ഞണ്ടൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഭയങ്കര തിരക്കാണ്, എടുക്കാൻ പറ്റില്ല കേട്ടോ. തലതിരിച്ചൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. വീഡിയോ തലതിരിച്ച് പിടിക്കേണ്ടി വന്നുകൂടെ, ശരിക്കും എടുക്കാനൊന്നും പറ്റത്തില്ല. അവിടെ നല്ല ആൾക്കാർ പൊട്ടാൻ എന്തോ സാധനം വീഡിയോ. ആളുകളെല്ലാം ഓരോ ബീച്ചിലേക്കിട്ട് ഇതെന്നാ വീടാണ്, എൻ്റെ പേരറിയാം. ഇത് മീൻകടയിലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ മീനുകൾ ചിലപ്പോഴൊക്കെ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ്. അതിൽ സംഭവം അടിപൊളിയാണ്. ഇഷ്ടം പോലെ മീനുകളൊക്കെ കാണാൻ പറ്റി. ഇവിടെ നിന്ന് മീനുകളൊക്കെ കാണാം. ഇതിനുള്ളിലൊക്കെ ഇവർ കടലിൽ ഏത് താപനിലയിലാണോ ജീവിക്കുന്നത് ആ താപനിലയിലൊക്കെ ഇവരെ ഉപയോഗിക്കുന്നത്. ഇത്രയും വലിയ ഗ്ലാസ് ടാങ്കിൽ ഇത് കുറച്ച് വേറെ സെറ്റപ്പ് സാധനം. ചുറ്റും മീനുകളാണ്. എൻ്റെ നടുക്ക് 2 പൂച്ചകൾ കിടന്നുറങ്ങുന്നുണ്ട്. ഈ പൂച്ചകൾ ഈ മീനുകളെയൊക്കെ കണ്ടിങ്ങനെ കൊതിച്ച് സ്വപ്നം കാണുന്ന പോലെ അവർ കിടക്കുക. പൂച്ചയ്ക്ക് അവരെ തൊടാനൊന്നും പറ്റാത്തതും ഇല്ല, ഇങ്ങനെ കണ്ടുകൊണ്ട് കിടക്കുക. മീനുകൾ പോകുന്നു. ചുറ്റും ഗ്ലാസ് ടാങ്കാണ്. അതിൻ്റെ നടുക്കുള്ള സ്പേസിലേക്ക് പൂച്ചകൾ കിടക്കും. പലയിടത്തും ഒരിക്കലും വെള്ളത്തിൽ പൂച്ചകൾ കാർ വാഷല്ലേ ഇത്? അങ്ങനത്തുള്ള സ്പേസുള്ള കാർ വാഷ് പൈപ്പ് മാത്രമായിട്ട് തരത്തില്ല, ഇത് മൊത്തത്തിലായിരുന്നു.
അല്ല നമ്മുടെ ചേരത്തില്ല, ഇത് വേറെ വേറെ അളവാണ്. വരുമ്പോഴത്തേക്ക് സ്റ്റാളുകളാണ് ഓരോ അതിൻ്റെ ചെറുത് എന്തിനാ മറ്റേ കോട്ടയ്ക്കലാണ് വരുന്നത്. മലപ്പുറം ഡിസ്ട്രിക്റ്റാണ്. ഓൾ കേരള ഡെലിവറി. പച്ചക്കറിയുടെ പപ്പടങ്ങളൊക്കെ വാങ്ങി പോവാം. അതിൽ വെച്ച് ഏറ്റവും വലിയ അവിടെ തുടങ്ങുമ്പോൾ അവിടെയും പോകാം. വിവിധ തരം പപ്പടങ്ങളാണ്. ചെറുപ്പ് കഴിക്കാനുള്ള സാധനമൊക്കെ സാധ്യതയാണ്. അവരെല്ലാം പുറത്തിറങ്ങടാ. ആരാ?
ബാഗ് എത്ര രൂപ ചോദിച്ചു? നമ്മൾ മേടിച്ചത് എല്ലാവരും കിട്ടുന്നുണ്ടെങ്കിൽ അല്ലേ? നമ്മളെ 150 രൂപ കൊടുത്ത് കയറിയതാ. പെട്ടെന്ന് അങ്ങ് ഇറങ്ങി പോകാൻ പറ്റുമോ? ആദ്യക്കൊച്ചിനെ എവിടെ കൊണ്ട് കളഞ്ഞു? മീനിനെയൊക്കെ കാണിച്ചോ? വേണ്ട, നെയ്യോ പോയിട്ട് ധൃതി വല്ലോണ്ടോ ചോദിക്കും. ഇത് വേണം.
തള്ളിയ കപ്പലി കൊടുത്ത് പറഞ്ഞിട്ട് അയ്യോ എരിവ് എരിവാ നല്ല എരിവ്. ഇത് മറ്റേ പുളിയല്ലേ പുളി 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 മറ്റേ പുളി പുളിയും എരിവും മറ്റേ വാളംപുളി ഉണ്ടല്ലോ അതിൻ്റെ പുളിയും അതിന് എരിവും. ലവ് ഇനി അവിടെ നിൽക്കുമോ വരാനുള്ളത്? എന്തുവാ അവൻ വരട്ടെ. ആ അടി ഈ സാധനം മാറ്റില്ല കാറ് നടക്കണേ അത് മതി ഫില്ല് ചെയ്ത് തരാം. ഇതല്ല വേണ്ട, ഇതല്ല. ഏതാ വയ്ക്കണ്ടേ? സീക്രട്ട് അല്ലേ? ഇതിലൊരു പറഞ്ഞു കുറച്ച് ആൾക്കാർ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ വേപ്പർ ആവില്ല. ഇത് മീത്തേൻ ആൽക്കഹോളാണ്. ഇത് കാറിൽ വെക്കുന്ന ഐറ്റം. ഇപ്പം തന്നെ വെക്കണോ? അല്ല ഇത് കണ്ടിടാനോ? ഹോൾ ചെയ്ത് തരാം. ഇത് വെറ്റാകുമ്പോൾ ജസ്റ്റ് എടുത്ത് ഹാങ് ചെയ്താൽ മതി. ഇതങ്ങനെ ഇത് വേണ്ടി 200 രൂപ. എവിടെയെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോകുമ്പോൾ ഈ സാധനം ഒന്നും കാണും. അതൊന്നും കാണാൻ ആകെയല്ല പാമ്പുകളെ അണ്ണാനൊക്കെ കൈകൊണ്ടൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാട്ടോ. കിളികളെ ഇക്കുവാനുള്ള പേടിച്ചുകളെ പാമ്പുകളെ അണ്ണാനൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാട്ടോ. കിളികളെ ഇക്കുവാനുള്ള പേടിച്ചുകളെ പാമ്പുകളെ അണ്ണാനൊക്കെ കൈകളിലൊക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുക്കാട്ടോ. കേട്ടോ, ഒരാഴ്ച 100 രൂപ.
പാമ്പ് പറക്ക് കണ്ടാൽ ഇക്കുവാനൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാം. എന്ത് പൊട്ടിയെങ്കിലും ഒട്ടിക്കാട്ടോ. പ്ലാസ്റ്റിക്കില്, സ്റ്റീലില്, ഇരുമ്പില്, ഗ്ലാസ്സില്, മെറ്റലില് എവിടെ വേണേലും ഒട്ടിക്കാട്ടോ. നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വെറുതെ നിൽക്കുന്ന ഈ സാധനം വീടിന്റെ ഫ്രണ്ടില് ആ
ഫ്രണ്ടിൽ വെച്ചേക്കുന്നത് ചെടിയാണ്. ഇല പോയി നിൽക്കുന്നില്ല. ഇവിടെ വിടലോ.